ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കുറച്ച് നാൾ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാൾ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് കുറേ നാൾക്ക് ശേഷം എടുക്കുന്ന ഒരു ട്രേഡ് ആയതുകൊണ്ട് വലിയ ട്രേഡോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് ചെറിയ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് ഞാൻ എടുത്തൊരു ട്രേഡ് ആയിരുന്നു. അതേപോലെ അത്യാവശ്യം പൊട്ടിയിട്ടുണ്ട്. ഒരു 250 റുപ്പീസിന്റെ അടുപ്പിച്ച് ഒരു ലോസ് മാത്രമാണ് ഇന്ന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു 5 പോയിന്റ്സ് മാത്രമേ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വൺ ക്വാണ്ടിറ്റി. അപ്പൊ തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ട്രേഡ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആക്കി താഴോട്ട് പോവുകയും പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് താഴെ പോകുമെന്ന് ഞാൻ ആദ്യം പ്രഡിക്റ്റ് ചെയ്തു. എങ്കിലും ഞാൻ ഇവിടെ നിന്ന് മേ ബി ഒരു സപ്പോർട്ട് എടുത്ത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ മൊമെന്റം അപ്സൈഡിൽ കാണും എന്ന് ഞാൻ പിന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റീതിങ്ക് ചെയ്തപ്പോഴത്തേനും ഓക്കെ ഫൈൻ, ഇന്നലത്തെ ആ ഒരു മൊമെന്റം മേ ബി ഇന്ന് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പൊട്ടിയതിനു ശേഷം പിന്നെ ട്രേഡ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ലെവലിൽ എത്തിയിട്ട് മേ ബി ഒരു പുൾ ബാക്ക്, ഇവിടെ 2 പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ടച്ച് ചെയ്ത ഉടനെ ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അപ്പോൾ തന്നെ ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇന്ന് ജസ്റ്റ് മാർക്കറ്റ് വാച്ച് ചെയ്തിരുന്ന മാത്രമേ ഉള്ളൂ. എന്തായാലും നാളെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ട്രേഡ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ.